ഇത്തരത്തിലൊരു മാർച്ചുമായിട്ട് കേരളത്തിലെ നിയമസഭയുടെ മുന്നിലേക്ക് നമുക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളുകൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണമറ്റ അവകാശ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മണ്ഡലത്തിൽ മുന്നേറിയിട്ടുള്ള കേരള വിദ്യാർത്ഥികൾ നടത്തുന്ന സമര പോരാട്ടങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ആദ്യ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം മുതൽ ഇന്നത്തെ നിൽക്കുന്ന ഈ നിയമസഭാ മാർച്ച് വരെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളായിക്കോട്ടെ, ആയിക്കോട്ടെ, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെ വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് ധരിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഗവൺമെന്റിനായിട്ടുള്ള സമൃദ്ധമായിട്ട് കേന്ദ്രത്തിൽ കടന്നു വരുന്നത്. വിശദമായിട്ട് കടന്നു പോകുന്നില്ല. സംഘടിപ്പിച്ചിരിക്കുന്ന അവകാശ പത്രികാ മാർച്ചിന്റെ അധ്യക്ഷനായി രേഖപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയന്റെ KSUവിനെ കഥാപകാലത്തേക്ക് നയിക്കുന്ന KSUവിന്റെ സമാധാന അധ്യക്ഷൻ പ്രിയപ്പെട്ട അലോഷ്യസ് സേവരനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രശ്നം പറഞ്ഞ പ്രിയപ്പെട്ട സന്നിഹിതരായിരിക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരെ, ഈ ഒരു മാർച്ചിന്റെ അവകാശ പത്രിക മാർച്ചിനെ പറ്റി ആമുഖമായി ജില്ലാ KSU നമുക്കറിയാം. പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ നിങ്ങളെ ഓരോ മണ്ഡലത്തിലും പേര് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു അവകാശ പത്രികാ മാർച്ചുമായി സംസ്ഥാന KSU കമ്മിറ്റി കടന്നു വന്നതിന്റെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേയേറെ നാളുകളായി 8 വർഷക്കാലം ഇവിടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ്. കഴിഞ്ഞ 8 വർഷക്കാലം അധികാരത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നു. എല്ലാ ഘട്ടങ്ങളിലും അതിലെല്ലാം ഇടപെടലുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിരവധി സമരങ്ങളുമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ കടന്നു വരികയും അധികാരത്തിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ ഈ വിഷയങ്ങളെ പറ്റി ഇതിന്റെ ഗൗരവം എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഈ വിഷയത്തെയെല്ലാം വളരെ ഗൗരവകരമല്ലാത്ത രീതിയിൽ ഈ സർക്കാർ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഇവിടെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ അവർ രാത്രികളെ പകലുകളാക്കി തങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ, കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കി കഴിയുമ്പോൾ അവർക്ക് +1 പഠിക്കാൻ അവർക്ക് സീറ്റുകളില്ല. എങ്ങാനും കഷ്ടപ്പെട്ട് തട്ടിയും മുട്ടിയും +1 സീറ്റ് കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളില്ല. അവിടെ നിന്നും പിന്നീട് കോളേജ് തലങ്ങളിലേക്ക് പോയാൽ അവർക്ക് പഠിക്കാൻ ഗ്രാന്റ്സ് ഇല്ല. അങ്ങനെ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ, ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ, റിസർച്ച് ഉൾപ്പെടെ ചെയ്യുന്ന വിദ്യാർത്ഥികളെയെല്ലാം ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, സർക്കാരിന്റെ അടുത്ത് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പറയുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയേറെ ധൂർത്തുകൾ ഈ സർക്കാരുകൾ നടത്തുമ്പോൾ, ഇവിടെ മന്ത്രിമാളികകളെല്ലാം കെട്ടിപ്പൊക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ വസതിയിൽ കാര്യത്തൊഴിലുകൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുമ്പോൾ, പാവപ്പെട്ട വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് ഇവിടെ കാശില്ല, ഇവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളമില്ല, ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളില്ല, ഇവിടെ ഗ്രാന്റ്സുകളില്ല, ഇവിടെ +1 അധിക ബാച്ചുകൾ പോലും അനുവദിക്കാൻ ഇവിടെ സർക്കാരുകളുടെ ഖജനാവിൽ പൈസയില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഒരു കാര്യം കൂടി ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം നിങ്ങളുടെ കളിപ്പാവകളല്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇട്ടു തരുന്ന ഈ ഇച്ചിരി തുട്ടുകൾക്ക് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളല്ല ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ. ഇതെല്ലാം ഞങ്ങളുടെ അവകാശമാണ്. നമുക്കറിയാം, ഇവിടെ വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജുകൾക്ക് പോകുമ്പോൾ നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ടുന്ന നമ്മുടെ കൺസെഷനുകൾ നമുക്ക് ലഭിക്കുന്നില്ല. 957 ഒരെണ്ണ സമരം കൊണ്ട് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ മേടിച്ചെടുത്തു തന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ ആണെങ്കിൽ KSU ആണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതുവരെ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ശനിയാഴ്ച ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാനസിക അവസ്ഥയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കിയത് ഒഴിവാക്കണമെന്ന് ആവശ്യം കഴിച്ച് മുന്നോട്ട് വയ്ക്കുകയാണ്. ഐക്യ വിദ്യാർത്ഥികളുടെ പഠന ഭാരം കുറയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ മെഡിക്കൽ മേഖലയിലെയും എഞ്ചിനീയറിംഗ് മേഖലയിലെയും പോളിടെക്നിക് മേഖലയിലെയും വിദ്യാർത്ഥികളെല്ലാം നേരിടുന്ന വലിയ വിഷയങ്ങൾ ഈ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് ഞങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ അവകാശ പത്രിക മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനായി കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ജനകീയ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ ഈ അവകാശ പത്രിക മാർച്ചിൽ യേശുവിന്റെ പോരാളികൾ, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിലെ പരാതി കൊടുക്കുകയും ആ പരാതികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമാണ് KSU. നമുക്കറിയാം, സംസ്ഥാനത്ത് KSUവിന്റെ അതിശക്തമായ തിരിച്ചുവരവിന് വിദ്യാർത്ഥി കേരളം സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തോട് കാണിക്കുന്ന പൂർണ്ണമായ അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ KSUവും MSFും എല്ലാം നടത്തിയ വലിയ പോരാട്ടം കേരളത്തിൽ ജയിച്ചു വരുന്ന SSLC ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സീറ്റുകൾ +1 മലബാറിലെ 6 ജില്ലകളിൽ 10,000-കണക്കിന് സീറ്റുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം നിയമസഭയ്ക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നൽകിയ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് അവസാനിച്ചത്. അതിന്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ ഇറങ്ങിയില്ല എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും വീണ്ടും സമരം ആരംഭിക്കേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാവുകയാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറാൻ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിലേക്ക് മാറുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും എന്ത് മുന്നൊരുക്കമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? ഈ 4 വർഷത്തെ കോഴ്സിലേക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിട്ടില്ല, വിദ്യാഭ്യാസ വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തിട്ടില്ല, പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടില്ല. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ 4 വർഷം കോഴ്സിലേക്ക് ഇവർ കടക്കാറുണ്ട്. ഇവിടെ KSU പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സർക്കാർ പദ്ധതികളുണ്ട്. കേരളത്തിലെ ഏകദേശം എല്ലാ സർവകലാ
ബാരിക്കേഡ് തകർക്കുവാനുള്ള അല്ലെങ്കിൽ തള്ളിച്ചേർക്കാനുള്ള